ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ശനിയാഴ്ചയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്, മഹാകിരാത രുദ്ര യജ്ഞം എന്ന് പറയും. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഈ ഒരു യജ്ഞം തുടങ്ങിയിട്ട്. ഞങ്ങൾ പോകുന്ന ദിവസം ശനിയാഴ്ച ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് കിച്ചൂടിനും അച്ചൂടിനും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോകണ നേരത്തെ നമ്മുടെ കിച്ചൂട് എനിക്ക് ചെരുപ്പ് കൊണ്ടുവന്ന് തരാൻ കേട്ടോ, ഇടാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ കേട്ടോ എവിടേക്കെങ്കിലും പോകുമ്പോൾ വേഗം ചെരുപ്പൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കാലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മുടെ കിച്ചൂട്ടൻ. അപ്പോൾ അമ്മയും കിച്ചൂട്ടനും അച്ചൂട്ടനും ഞാനും പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചിക്ക് വിട്ടാണ്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകാൻ നേരത്ത് ഗൈസ് നല്ല മഴ കേട്ടോ. മഴ കാരണം പോകാൻ പറ്റൂ ഇല്ലെന്നുള്ള ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും ഞങ്ങൾ പോകുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ശരി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ലാസ്റ്റ് ദിവസമല്ലേ, അപ്പോൾ അവിടെ പോയിട്ടൊക്കെ തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യജ്ഞം നടക്കുന്നത് പാന തോട്ടത്തിൻ മനയിലാണ്. കഴിഞ്ഞ കൊല്ലം നടന്നിരുന്നു, അപ്പോൾ ഇക്കൊല്ലം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഞങ്ങളിതേ ചെന്നപ്പോൾ തന്നെ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. 7 ആന ഉണ്ടായിരുന്നു ലാസ്റ്റ് ദിവസമായപ്പോൾ. 7 ആന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികൾക്ക് ആനനെയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ എന്തൊക്കെയോ ഒരു കൊട്ടും ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കളരി പയറ്റിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 2-3 ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് തൊഴുതു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയാണെങ്കിലും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയ സമയത്ത് നമ്മുടെ പെരുവനം കുട്ടന്മാരെ മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആൾ സംസാരിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മന വരുന്നത്, തോട്ടത്തിൽ മന. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേട്ടയക്കാരനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആൾ സംസാരിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ ഉള്ളിൽ കയറി തൊഴുന്നത്. നമുക്ക് ഈ ഒരു അമ്പലം വരുന്നത് ഈ ഒരു മനയുടെ ബേക്കിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയിട്ട് തൊഴുതിട്ട് വന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തൊഴാൻ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തൊഴുതിട്ട് വരാൻ പറ്റി കേട്ടോ. ഞങ്ങൾ തൊഴിലിറങ്ങിയ സമയത്തായിരുന്നു നമ്മുടെ പെരുവനം കുട്ടന്മാരുടെ സംഘം അവതരിപ്പിക്കുന്ന മേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം കൊട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കേട്ടോ. കാരണം നമ്മൾ വല്ലപ്പോഴും ആളുടെ കൊട്ടൊക്കെ കാണുള്ളൂ, നേരിട്ട് കാണുള്ളൂ. അപ്പോൾ ശരി കുറച്ച് നേരം നിന്നിട്ട് കൊട്ടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നിന്ന് കൊട്ടൊക്കെ കണ്ടു. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു യജ്ഞം തുടങ്ങിയിട്ട് എല്ലാ ദിവസങ്ങളും ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദിവസം അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, ഞങ്ങൾക്ക് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടുന്ന് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് നേരം ആനകളിലൊക്കെ ഒന്ന് കുട്ടികൾക്കൊന്നും കൂടിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവർക്ക് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ അച്ചൂട്ടിനും കിച്ചൂട്ടിനായാലും. അപ്പോൾ ഈ ഒരു ആന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ. പിന്നെ നമ്മൾ എവിടേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ കളിപ്പാട്ടങ്ങളുള്ള സ്ഥലത്തേക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ കൊണ്ട് പോകാൻ പറ്റില്ല. അച്ചൂട്ടിനൊക്കെ കളിപ്പാട്ടം കണ്ടപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ വാശി. അമ്മ കളിപ്പാട്ടം കാറ് ബലൂണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. കിച്ചൂട്ടിന് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി 2 ആൾക്കും ഒരേപോലത്തെ ബലൂൺ ഒരേ കളറിൽ ഒരേ ബലൂൺ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. കാരണം ഒരാൾക്ക് വേറെ കളറ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഭയങ്കര തല്ലൂട്ടാവും. അപ്പോൾ 2 ആൾക്കും ഒരേപോലത്തെ ബലൂണായിട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.